ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. CPMന്റെ സബീന ബിഞ്ചു നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 5 ലീഗ് അംഗങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി DCC അധ്യക്ഷൻ CP മാത്യു രംഗത്തെത്തി. അതുപോലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. കോൺഗ്രസിന് ആദ്യം വേണമെന്ന് പറഞ്ഞു, അത് തീരുമാനിച്ചില്ല. അത്രേ ഉള്ളൂ, വേറെ വിഷയമില്ല. UDFന് വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിൻ്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളു. മുസ്ലിം ലീഗ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പലവട്ടം വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ലീഗിനുണ്ടായിരുന്ന സീറ്റുകൾ പോലും UDFന്റെ താല്പര്യം, വിശാല താല്പര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടുകൊടുത്തവരാണ്. പക്ഷേ തൊടുപുഴ നഗരസഭയിലെ കാലങ്ങളായി മുസ്ലിം ലീഗിനുള്ള ടേൺ കഴിഞ്ഞ പ്രാവശ്യം ജോസഫ് സാറിൻ്റെ താല്പര്യത്തിന് വിട്ടുകൊടുത്തു. ഇപ്രാവശ്യം ഒരു അവസരം വന്നപ്പോൾ ലീഗ് അത് വേണമെന്നാവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങളെ വിമുഖതയോടെ നോക്കിക്കാണുകയും അവസാനം UDFൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ പേരിൽ ജയിച്ച സ്ഥാനാർത്ഥിയെയും ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളെയും കൂടെ നിർത്തി കോൺഗ്രസ് ലീഗിനെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് കൗൺസിലിൽ ബോധ്യപ്പെട്ടപ്പോൾ ആത്യന്തികമായി വിജയിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൽ LDFന് വോട്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തു. കഴിഞ്ഞ ഭരണത്തിൽ കരീമിന് നഷ്ടപ്പെട്ട ചെയർമാൻഷിപ്പ് ലീഗിന് കിട്ടേണ്ടതാണ് സ്വാഭാവികമായിട്ട്. കാരണം 8 സീറ്റിൽ മത്സരിച്ച ലീഗിന് 6 സീറ്റുണ്ട്, നിലവിലുണ്ട്. 100% അർഹതപ്പെട്ട ആദ്യത്തെ ടീം ഞങ്ങൾക്കാണ്. ഇത് വീതം വയ്ക്കാമെന്ന് പറഞ്ഞ ധാരണയെ ഫസ്റ്റ് ടീം കരീമിന് കൊടുക്കാമെന്ന് പറഞ്ഞ വാക്ക് ഇന്നലെ കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇല്ല, അങ്ങനെ ഒരു വാക്ക് തർക്കങ്ങളൊന്നുമില്ല. അതൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു മുന്നണിയാകുമ്പോൾ അതിനകത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ പറഞ്ഞു പരിഹരിച്ച് ഒറ്റക്കെട്ടായി തന്നെ മുൻപോട്ട് പോകും. ഇവിടെ ഒരു അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു തൊടുപുഴയ്ക്ക് ഉപകരിക്കുന്ന ഒരു മുനിസിപ്പൽ ഭരണം വരണം. തെരഞ്ഞെടുപ്പിനിടെ ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയ്ക്ക് മുന്നിൽ ഏറ്റുമുട്ടിയിരുന്നു. എബിൻ ജോസ് വിവരങ്ങൾ നൽകും തൊടുപുഴയിൽ നിന്ന്. എബിൻ, ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപക്ഷെ ചർച്ചയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തൊടുപുഴയിൽ നടന്നത്. ലീഗ് CPMന് വോട്ട് ചെയ്തു. ലീഗിൻ്റെ പിന്തുണയോടെ CPM സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് പറഞ്ഞത് ചതിയൻ ചന്തുവിൻ്റെ സമീപനമാണ് സ്വീകരിച്ചത് ലീഗ്. അതിന് അവർ വില നൽകേണ്ടി വരുമെന്ന് DCC പ്രസിഡന്റ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ 2 പാർട്ടികളുടെയും ഇടപെടൽ തൊടുപുഴയിൽ ഉണ്ടാകുമെന്ന് കരുതാമോ? വിജയകുമാർ, ഈ മുന്നണി സമവാക്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് തൊടുപുഴ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടായത്. സ്വാഭാവികമായും UDFന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 13 സീറ്റുകൾ ജയിക്കാനുള്ള ഭൂരിപക്ഷം UDFനുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ സമവായത്തിലെത്തിയില്ല. വലിയ തർക്കമുണ്ടായി. 2 പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. സ്വാഭാവികമായും LDFന് വിജയസാധ്യതയുണ്ടാവുന്നു. പിന്നീട് ഈ 2ാം റൗണ്ട് ആയപ്പോഴാണ് ലീഗ് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു. ലീഗ് കൗൺസിലർമാർ LDFന് വോട്ട് ചെയ്യുന്നു. ഇതിൽ 5 കൗൺസിലർമാർ LDFന് വോട്ട് ചെയ്തു. 1 കൗൺസിലർ UDFനാണ് വോട്ട് ചെയ്തത്. LDFനും ചില ക്രോസ് വോട്ടിംഗ് നടന്നു. LDF ജയിച്ചെങ്കിൽ പോലും അത് പറയാതിരിക്കാൻ പറ്റില്ല. LDFലെ 1 കൗൺസിലർ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും വിജയിച്ചു. പക്ഷേ UDFനുള്ളിലാണ് ഇത് വലിയ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ലീഗ് പ്രവർത്തകർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അവർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് നയിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ സമവായത്തിലെത്തിയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായ സ്ഥാനാർത്ഥിയെ നിർത്താൻ ലീഗ് നേതൃത്വം, ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. പിന്നീട് 2ാം റൗണ്ട് ആയപ്പോൾ LDFന് വോട്ട് ചെയ്തു. ഇതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് ജില്ലാ നേതൃത്വം വിശദമാക്കുന്നത് ഇത്തരത്തിൽ BJP ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള വിശദീകരണമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ പ്രധാനമായി ഉന്നയിക്കുന്നത് കോൺഗ്രസ് ഈ പലപ്പോഴും ഈ മുന്നണി സമവാക്യങ്ങൾ ലംഘിക്കുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും ലീഗ് ഈ നഗരസഭയിലും ജില്ലയിലും ഉൾപ്പെടെ പല സീറ്റുകളിലും വിട്ടുവീഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അനുരഞ്ജന ചർച്ച, ഈ നിലയിലേക്ക് വഷളാകാതിരിക്കാനുള്ള ഒരു ചർച്ച 2 പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം നടത്തിയിരുന്നില്ലേ? അതാണോ പ്രശ്നത്തിന് കാരണമായത്? പൊടുന്നനവേ ഒരു മുന്നണി ബന്ധമാകെ തകരുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത്?
ജില്ലയിലെ പ്രശ്നം ജില്ലാ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് രാവിലെയും നടന്നിരുന്നു, അത്തരത്തിൽ സമവായത്തിലേക്ക് എത്താൻ വേണ്ടി. പക്ഷേ തൊടുപുഴയിലെ പ്രാദേശിക ലീഗ് നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും രണ്ടും രണ്ട് തട്ടിലായിരുന്നു നിൽക്കുന്നത്. ഒരു സമവായ സ്ഥാനാർത്ഥി UDFന്റെ ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് ലീഗ് നേതൃത്വം, ലീഗ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അവർ സംസ്ഥാന നേതൃത്വത്തെയൊക്കെ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്, അവരെ എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം. ഇനി UDFുമായി സഹകരിക്കേണ്ടതില്ല ജില്ലയിൽ എന്നുള്ളൊരു തീരുമാനം കൂടി UDFന്റെ ജില്ലാ നേതൃത്വം പറയുന്നുണ്ട്. പക്ഷേ ഇതിനുശേഷവും ഇനി ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു മുന്നണി ബന്ധം ആകെ തകിടം മറിയുന്ന തരത്തിൽ തൊടുപുഴ നഗരസഭയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. ലീഗിന്റെ 5 കൗൺസിലർമാർ LDFന് വോട്ട് ചെയ്തു. ഇനി UDFനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ തൊടുപുഴ നഗരസഭയൊക്കെ വളരെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളായ നഗരസഭയും അതുപോലെ തന്നെ മണ്ഡലവും ഒക്കെയാണ്. വലിയ തോതിൽ UDFന് വോട്ട് കിട്ടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്ത. ശരി അബിൻ, എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് ലീഗ് നേതൃത്വത്തിന്റെയും കോൺഗ്രസിന്റെയും KPCCയുടെ നേതൃത്വത്തിന്റെയും ഒക്കെ വിശദീകരണം എന്നറിയേണ്ടതുണ്ട്. 5 ലീഗ് അംഗങ്ങളാണ് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. ലീഗിനെതിരെ വലിയ വിമർശനവുമായി DCC അധ്യക്ഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ വിമർശിച്ച് ലീഗ് നേതാക്കളും തൊടുപുഴയിൽ രംഗത്തെത്തി. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി നടത്തിയ തെരച്ചിലിൽ ചാലിയാർ തീരത്ത് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കോട്ടുപാറയിൽ നിന്നും ഇരുട്ടുകുത്തിയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഇന്നലെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. തിരച്ചിൽ നിർത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും സംശയമുള്ള മേഖലകളിലാണ് പരിശോധന നടത്തുന്നതെന്നും ADGP MR അജിത് കുമാർ പറഞ്ഞു. നമ്മളിപ്പോൾ തെരച്ചിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിവർ ഭാഗത്തുമാണ്. മുകളിലോട്ട് ഉള്ള എല്ലാ പോർഷൻസും ഓൾമോസ്റ്റ് അവിടുത്തെ ആൾക്കാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തെരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ മെയിനായിട്ട് സ്ഥലത്തുനിന്ന് ബോഡി കാണാനുള്ള സാധ്യത കുറവാണ്. ഇനി ഒരുപക്ഷെ ആ ചളിയിൽ വല്ല ബോണ്ടി എടുപ്പുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പക്ഷേ മഴ വരികയാണെങ്കിൽ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് മുകളിലുള്ള സാധ്യത ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ കുറവാണ്. താഴോട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തെരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തെരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. സമീർ, ഇപ്പോൾ ചാലിയാറിന്റെ തീരത്ത് നടക്കുന്ന പരിശോധനയിൽ ഇന്നിപ്പോൾ 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും എന്നത് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഇന്ന് വിപുലമായ ഒരു സംഘം അവിടെ തെരച്ചിലിനുണ്ട്. അപ്പോൾ ഈ ഒരു നടപടി, ഈ ഒരു പ്രോസസ്സ് വരും ദിവസങ്ങളിലും തുടരണം എന്നാണല്ലോ ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്, അല്ലേ? വിജയകുമാർ, നാളെ നടക്കുന്ന ഒരു ജനകീയ തിരച്ചിലിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക എന്നുള്ളതാണ്. നിലവിൽ നടക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്. ഇന്നിപ്പോൾ നടക്കുന്നത് NDRFന്റെയും ഒപ്പം തന്നെ വനം വകുപ്പ്, ഫോറസ്റ്റ്, പോലീസ്, തണ്ടർബോൾട്ട് ഇത്തരം സേനകളാണ് നിലവിൽ ചാലിയാറിന്റെ സമീപമുള്ള വനമേഖലയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയിലാണെങ്കിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് പുഴയിലൂടെയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ചാലിയാർ പുഴയുടെ പനങ്കയം കൊട്ടുപാറ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഏറ്റവും ഒടുവിൽ ശരീരഭാഗം കണ്ടെത്തിയത്. അതിനു മുന്നേ മുണ്ടേരി ഇരുട്ടുകുത്തി ഭാഗത്തു നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ 2 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ചാലിയാർ പുഴയിലും വനത്തിലും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവ രണ്ടും നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ദുരന്തമുണ്ടായത് മുതൽ ഇന്ന് വരെ ചാലിയാർ പുഴയിൽ നിന്നും 257 മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ 2 മൃതദേഹങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ നിലവിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ ചാലിയാർ പുഴയിൽ പ്രധാനമായും ജനകീയ തിരച്ചിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. 200ഓളം പേരായിരിക്കും ഈ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുക്കുക. ഒന്ന് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സർക്കാർ സംവിധാനം, പ്രത്യേകിച്ച് NDRF, ഫയർഫോഴ്സ്, പോലീസ്, തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനകളും ഈ സന്നദ്ധ പ്രവർത്തകരും ചേർന്നുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും നടക്കുക. വിജയകുമാർ. യെസ്, ഇന്നിപ്പോൾ കൊട്ടുപാറയിൽ നിന്നും ഇരുട്ടുകുത്തിയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. നാളെ ചാലിയാറിൽ വിപുലമായ പരിശോധന നടത്താനാണ്
തീരുമാനം. ഇന്നലെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലും ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. തെരച്ചിൽ തുടരും. കൃത്യമായ സൂചനകൾ ലഭിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ. ഇതാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ അറിയിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. 4 അംഗ സംഘമാണ് ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലകൾ സന്ദർശിക്കുക. സമീർ C മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, ഈ മേഖലയുടെ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കാണുകയായിരുന്നു. അപ്പോൾ വലിയ ദുരന്തം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ സ്വത്തുവകകൾ വ്യാപകമായി അവിടെ നശിപ്പിക്കപ്പെട്ടു. വലിയ തോതിൽ ആ മേഖലയുടെ സ്വഭാവം തന്നെ മാറുന്ന തരത്തിൽ അവിടെ മല ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന എപ്പോഴായിരിക്കും? എന്തൊക്കെയാണ് ആ മേഖലയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നേരത്തെ രാവിലെ 10 മണി മുതൽ ഈ പരിശോധന ആരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കലക്ട്രേറ്റിൽ വിശദമായ ഒരു അവലോകന യോഗം ചെയ്യുന്നു. ആ അവലോകന യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഡ്രോൺ ഷോട്ടുകൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ കാര്യം നമുക്ക് വ്യക്തമാണ്. 70ഓളം ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 100-ൽ അധികം മേഖലകളിൽ ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രങ്ങളായിക്കൊണ്ട് കണ്ടെത്തിയിട്ടുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ആൾനാശം ഒരാൾ മാത്രമാണ് മരിച്ചത്. എന്നാൽ അത് വലിയൊരു നാശനഷ്ടമാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടാവുന്നത് വയനാട് ഉണ്ടായ ആ അപകടത്തിന് തൊട്ട് സമയത്ത് തന്നെയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് വലിയ രീതിയിൽ ഇവിടേക്ക് ശ്രദ്ധ പതിയാതെ പോയത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഒരാൾക്ക് ജീവനഷ്ടമാവുകയും അതുപോലെ തന്നെ 14 വീടുകൾ ഒഴുകിപ്പോവുകയും 112 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെയാണ് വലിയ രീതിയിലുള്ള കൃഷിനാശം, അതുപോലെ തന്നെ KSEBിക്കും പൊതുമരാമത്ത് വകുപ്പിനും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ. ഒരു വേളയിൽ ഇവിടെ ഒരു പുനരധിവാസം തന്നെ സാധ്യമാണോ എന്ന് ചോദിക്കുന്ന അത്തരം ഒരു ഘട്ടം കൂടി നിലനിൽക്കുന്നുണ്ട്. എനിക്ക് പിറകിലൊക്കെ കാണുന്ന വീടുകളൊക്കെ വലിയ രീതിയിൽ കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയതാണ്. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നിൽക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു പുനരധിവാസം എത്രമാത്രം സാധ്യമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനയാണ് ഇന്ന് നടക്കുക. അല്പസമയത്തിനകം തന്നെ ഈ സംഘം എത്തും. ഉച്ചയോടുകൂടി തന്നെ പരിശോധന ആരംഭിക്കും എന്ന കാര്യമാണ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം വിശദമായിട്ടുള്ള ഈ പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതിനെ തുടർന്നായിരിക്കും പുനരധിവാസ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക. ഇപ്പോൾ 65 കുടുംബങ്ങളിൽ നിന്നുള്ള 200ഓളം പേർ ഈ വേളയിൽ പോലും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ 30-ന് പുലർച്ചെയാണ് ഈ നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരാൾക്ക് മരണം സംഭവിച്ചു. മറ്റു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മന്ത്രിമാരുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘം, അതായത് മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രൻ, അതുപോലെ മുഹമ്മദ് റിയാസ്, നമ്മുടെ P പ്രസാദ്, അതുപോലെ തന്നെ K രാജൻ, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള വിവിധ മന്ത്രിമാർ ഈ പ്രദേശങ്ങളിൽ എത്തുകയും വിശദമായിട്ടുകൊണ്ട് ഇതിൻ്റെ പഠനം നടത്തിയ ശേഷം സമഗ്രമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കും എന്ന കാര്യം ഈ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ പുരോഗമിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ 4 അംഗ സമിതി ഇവിടേക്ക് എത്തുന്നതും അതിൻ്റെ തുടർന്നുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്യുക. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവിടെ പരിശോധന ആരംഭിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. വിജയകുമാർ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരും. ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും ചർച്ച ചെയ്യും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല. വിനയപരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോടും നമുക്ക് യോജിക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വളരെ പെട്ടെന്നൊരു യോഗം, അതിന്റെ പശ്ചാത്തലം എന്താണ്? എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കും?
വിജയകുമാർ, കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പെട്ടെന്ന് ജലനിരപ്പ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് കളക്ടറേറ്റിൽ ഒരു പ്രത്യേക അവലോകന യോഗം ചേർന്നത്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രചരണം, ഡാം പൊട്ടും എന്നതടക്കമുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടായിരുന്നു അത്തരമൊരു പ്രചരണമൊക്കെ നടന്നിരുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിലൊരു അവലോകന യോഗം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ യോഗം ചേർന്നത്. എന്തായാലും ഈ പ്രചരണങ്ങൾ, അനാവശ്യ പ്രചരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുതിയ ഡാം എന്ന നിലപാട് ആ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനു വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ജലനിരപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പരിശോധിക്കും. മാത്രമല്ല, സന്ദർശനം നടത്തേണ്ട ഇതൊരു സാഹചര്യം ഡാമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി മഴ കൂടി ഷട്ടറുകൾ ഉയർത്തേണ്ട അല്ലെങ്കിൽ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. വിജയകുമാർ. രാഹുൽ, എത്രയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്? ആ നിലയിൽ അത് നീരൊഴുക്ക് മഴയുടെ ശക്തി കുറഞ്ഞതോടെ നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? ഡാമിലേക്കുള്ള നീരൊഴുക്ക് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മഴ ശക്തമായ ദിവസങ്ങളിൽ 131.75 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരുന്നു. പക്ഷേ മഴ കുറഞ്ഞതോടെ, ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെ ജലനിരപ്പ് 130 അടിയിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും മഴ മാറി നിൽക്കുകയാണ്. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തൊന്നും മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 1400 ഘനിയടിയായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇനി കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. യെസ്, സാഹചര്യം വിലയിരുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുകയായിരുന്നു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ്. മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ് ആവശ്യം. സെബി ചെയർപേഴ്സൺ സുതാര്യമായ പൊതു അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുമോ എന്ന് ഹിൻഡൻബർഗ് ചോദിക്കുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. വിഷയം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. സുപ്രീം കോടതി കേസെടുത്തപ്പോൾ സുപ്രീം കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ അനുസരിച്ചിട്ടാണ് ആ കേസിന് തീർപ്പ് കൽപ്പിച്ചത്. അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? സുപ്രീം കോടതിയിൽ മറച്ചുവെച്ചു കാര്യങ്ങൾ എന്നുള്ളത്. ഒരു JPC അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. അതുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണം. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ഈ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം എന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല വിജയൻ. അനൗദ്യോഗികമായിട്ടെന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾ ഒരുക്കമല്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ പറയുന്നത്. കാരണം ഈ വിഷയം നേരത്തെ സുപ്രീം കോടതി പരിഗണിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അടിസ്ഥാനമില്ല, അഥവാ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായിട്ടുള്ള ഹിൻഡൻബർഗ് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വഴി ലാഭമുണ്ടാക്കി എന്ന രീതിയിൽ ഒരു കണ്ടെത്തൽ സെബി തന്നെ നടത്തിയിട്ടുള്ളതാണ് എന്നുമാണ് ഇപ്പോൾ ഈ സർക്കാർ വൃത്തങ്ങൾ അനൗദ്യോഗികമായിട്ട് പറയുന്നത്. സെബിയെ സംബന്ധിച്ചും ഇതേ നിലപാട് തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മാധവി ബുച്ചിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീണ്ടും വെല്ലുവിളി എന്ന രീതിയിൽ ചോദ്യങ്ങളുമായി ഹിൻഡൻബർഗ് മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും പ്രതിക്കൂട്ടിലാണ് എന്ന് വേണം നമുക്ക് പറയാനായി സാധിക്കുന്നത്. അതിൽ ഇന്ത്യയിലെയും സിംഗപ്പൂരിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ വഴി മാധവി ബുച്ചിൻ നടത്തിയിട്ടുള്ള, അഥവാ മാധവി ബുച്ചിന്റെ ഭർത്താവ് നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അവരുടെ കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തേടിയാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ മാധവി ബുച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ഇടപാട്, ഈ വിഷയത്തിലെ അവരുടെ ഇടപെടൽ എന്തൊക്കെയാണ് എന്നത് വ്യക്തമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് പറയുന്നത്. ഹിൻഡൻബർഗിന്റെ ഈ വെല്ലുവിളി ഒരുപക്ഷെ മാധവി ബുച്ചിനെ സംബന്ധിച്ച് അവർ ഇന്നലെ നടത്തിയ ആ പ്രഖ്യാപനം, അത് സിംഗപ്പൂരിൽ താമസിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നടത്തിയ നിക്ഷേപം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. വിജയൻ. യെസ്, JPC അന്വേഷണം എന്ന ആവശ്യത്തോടെ എന്തായാലും കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അക്കാര്യം അത് പ്രതിപക്ഷ ആവശ്യം നിരാകരിക്കാൻ തന്നെയാണ് സാധ്യത. രാവിലെ ഓഹരി വിപണികൾ തുടക്കത്തിൽ താഴേക്ക് പോരുന്നുവെങ്കിലും പിന്നീട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദാനി ഓഹരികളിൽ ഇപ്പോഴും ഇടിവ് തുടരുകയാണ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. INTUC സംസ്ഥാന അധ്യക്ഷൻ K ചന്ദ്രശേഖരനെതിരെ വിമത നീക്കം. K ചന്ദ്രശേഖരന്റെ രാജി ആവശ്യപ്പെട്ട ഒരു വിഭാഗം കൊച്ചിയിൽ പ്രത്യേക യോഗം ചേരുന്നു. ചന്ദ്രശേഖരൻ്റേത് ഏകാധിപത്യ മനോഭാവമെന്നും സർക്കാരിനെതിരെ ഒരു സമരവും നടത്താൻ കഴിവില്ലാത്ത പ്രസിഡന്റെന്നും ദേശീയ സെക്രട്ടറി KP ഹരിദാസ് വിമർശിച്ചു. ചന്ദ്രശേഖരൻ കുറ്റവാളി എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരുന്നത് ഭൂഷണമല്ല, ഒരു പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല. അദ്ദേഹം സ്വയം രാജിവെച്ചൊഴിയേണ്ടതാണ്. ഞങ്ങൾ പറയാതെ തന്നെ അദ്ദേഹം സ്വയം രാജിവെച്ചൊഴിഞ്ഞ INTUC പ്രസ്ഥാനത്തെ രക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുള്ളതാണ്. INTUC തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കേണ്ട പല സാഹചര്യങ്ങളിലും ഒരു പ്രത്യക്ഷ സമരം പോലും സെക്രട്ടേറിയറ്റിൽ നടത്താൻ കഴിവില്ലാത്ത ഒരു പ്രസിഡന്റിനെ വെച്ച് മുന്നോട്ട് പോകുന്നതിലുള്ള വേദനയാണ് ഞങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇപ്പോൾ KP ഹരിദാസ് അടക്കം വലിയ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ രംഗത്തെത്തുന്നുണ്ട്. ചന്ദ്രശേഖരൻ പദവി ഒഴിയണം. ഇപ്പോൾ രണ്ട് കാര്യം: ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരവും നടത്തുന്നില്ല, സർക്കാരുമായി പലപ്പോഴും യോജിച്ച് പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും സജീവമാകുന്നു. എന്തായിരിക്കും ഇക്കാര്യത്തിൽ INTUC നടക്കുക? വിമത വിഭാഗത്തിന് പിന്തുണ ഉണ്ടോ? വിജയകുമാർ, എന്തായാലും കൊച്ചിയിൽ ചേരുന്ന യോഗത്തിൽ വിമത വിഭാഗത്തിന് പിന്തുണയുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി INTUC സംസ്ഥാന ഘടകത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. ഇതിനിടയിലാണ് തോട്ടണ്ടി അഴിമതി കേസിൽ ചന്ദ്രശേഖരൻ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത്. ഇതിനു പിന്നാലെയാണ് ഒരു വിഭാഗം കൊച്ചിയിൽ യോഗം ചേരുന്നത്. യോഗം ഇപ്പോഴും കൊച്ചി അധ്യാപക ഭവനിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഈ തോട്ടണ്ടി അഴിമതിയിൽ ആരോപണ വിധേയനായ ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കണം എന്നൊരാവശ്യമാണ് ഈ യോഗത്തിൽ ഉന്നയിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്തും സമാനമായ ഒരു യോഗം ചേർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചിയിലും ഈ യോഗം പുരോഗമിക്കുന്നത്. എന്തായാലും ദേശീയ പ്രസിഡന്റ് സജീവ് റെഡ്ഡിയെ കണ്ടുകൊണ്ട് പദവി ഒഴിയണം എന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. സമാനമായ ഒരു ആവശ്യമായി വീണ്ടും ദേശീയ അധ്യക്ഷനെ കാണാനുള്ള നീക്കമാണ് എന്തായാലും INTUC നടത്തുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും നാളുകളായി INTUC സർക്കാരിനെതിരെ യാതൊരു സമരവും നടത്താതെ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, INTUC ചന്ദ്രശേഖരൻ INTUC മാർക്സിസ്റ്റ് ആണെന്നൊരു പരിഹാസവും എന്തായാലും ദേശീയ സെക്രട്ടറി KP ഹരിദാസും അതോടൊപ്പം തന്നെ സംസ്ഥാന മുൻ അധ്യക്ഷനും അങ്ങനെ ഒരു പരിഹാസം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ശക്തമായ ഒരു നീക്കമാണ് ഇപ്പോൾ ചന്ദ്രശേഖരനെ നടത്തുന്നത്. സംസ്ഥാന ഘടകത്തിൽ നേരത്തെ തന്നെ വലിയ വിവാദമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല, അങ്ങനെ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ചന്ദ്രശേഖരനെ നേരത്തെ മുന്നോട്ട് വന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ തോട്ടണ്ടി അഴിമതി കേസിൽ ഇത്തരത്തിലൊരു ആരോപണ വിധേയനായി തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു യോഗം ചേർന്നുകൊണ്ട് അടിയന്തരമായി സ്ഥാനത്ത് ഈ സ്ഥാനത്ത് നീക്കണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ദേശീയ അധ്യക്ഷനെ കണ്ട് വീണ്ടും ഈ ഒരു നീക്കം, വിമത നീക്കം ദേശീയ സെക്രട്ടറി KP ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പ്രത്യേക യോഗം ചേരുന്നത്. ചന്ദ്രശേഖരൻ രാജി ആവശ്യപ്പെടുകയാണ് അവർ. അഴിമതി ആരോപണവും ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ സമരം നടത്താൻ കെൽപ്പില്ലാത്ത സംഘടന, അതിന്റെ നേതാവ് എന്നൊക്കെയുള്ള വിമർശനവും ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.